സാർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ് സാർ. സാർ, ഇവിടെ തൊഴിലും തൊഴിലാളി ക്ഷേമവും പ്രവാസി ക്ഷേമത്തിനുമായി ഡിമാൻഡ് നമ്പർ 24 2026-27 ആദ്യ ബഡ്ജറ്റിൽ LDF സർക്കാർ 1776 കോടി 67 ലക്ഷം രൂപ വകയിരുത്തിയ സ്ഥലത്താണിപ്പോൾ UDF സർക്കാർ 1478 കോടി 79 ലക്ഷം രൂപ മാത്രം വകയിരുത്തിയിട്ടുള്ളത്. സർ, 298 കോടിയുടെ കുറവാണ്. പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങളെ അടക്കം ഇത് സാരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് സർ. സാർ, നമുക്കറിയാം 22 ലക്ഷത്തോളം വരുന്ന പ്രവാസികൾ പ്രതിവർഷം 2 ലക്ഷത്തിലധികം കോടി രൂപ നേരിട്ടും ബാങ്കുകളിൽ 2,86 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമായും നൽകി കേരളത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ GSDPയുടെ 19% സംഭാവന ചെയ്യുന്ന വിഭാഗമാണ് സാർ പ്രവാസി. സാർ, ഇവിടെ വലിയ നിലയിലേക്ക് അവരെ അവഗണിച്ചിരിക്കുകയാണ് സാർ. സാർ, മുൻ സർക്കാരുകൾ പ്രവാസികളുടെ ക്ഷേമത്തിന് ഏതാണ്ട് 200 കോടി രൂപയോളം മാറ്റിവെച്ചിരുന്ന സ്ഥലത്താണെന്ന് ഈ ഇരുട്ടടി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പ്രവാസി പെൻഷൻ ഇപ്പൊ മുടങ്ങിക്കിടക്കുകയാണ് സാർ. പ്രവാസി ക്ഷേമനിധി ബോർഡ് കടുത്ത പ്രതിസന്ധിയിലാണ്. ഇത് വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ് സാർ. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ സഹായമാണ് പ്രവാസി ക്ഷേമനിധി ബോർഡിന് സർക്കാർ നൽകിയത്. ഞാനതിന്റെ കണക്കുകൾ വായിക്കുന്നില്ല. 2026 ഇപ്പോ ഇതുവരെയുള്ള പെൻഷൻ മുടങ്ങാതെ വിതരണം ചെയ്യാൻ, ഏപ്രിൽ വരെ മുടങ്ങാതെ വിതരണം ചെയ്യാൻ LDF സർക്കാരിനും ബോർഡിനും സാധിച്ചു. എന്നാൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പൊ പെൻഷൻ മുടങ്ങുന്ന സ്ഥിതിയാണ്. ഇതുവരെയും കഴിഞ്ഞ മാസത്തെ പെൻഷൻ പോലും നൽകിയിട്ടില്ല. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. പ്രവാസികൾക്ക് ക്ഷേമനിധിയും പെൻഷനും നൽകുന്നത് സർക്കാരിന്റെ ഔദാര്യമല്ല സർ. സർ, നോർക്ക എന്നൊരു വാക്ക് പോലും ഈ ബഡ്ജറ്റിൽ പൊതുവെ കാണാൻ വേണ്ടി സാധിക്കില്ല സർ. സർ, പ്രവാസികൾക്ക് ഇൻവെസ്റ്റ്മെന്റിനും സംരംഭങ്ങൾ ആരംഭിക്കുവാനും നിലവിൽ നിരവധി പദ്ധതികൾ നാട്ടിലുണ്ട്. അതിനെക്കുറിച്ചൊന്നും മിണ്ടാതെ പുതിയ സംരംഭക പദ്ധതി എന്ന് പറഞ്ഞ് ബജറ്റിൽ വാചാലമാകുന്നത് പ്രവാസികളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. സാർ, ഇവിടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ കാര്യങ്ങൾ എടുത്താൽ അതിലും വലിയ നിലയിലേക്കുള്ള കുറവുകൾ പൊതുവെ ഇതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അതിലേക്ക് പോകുന്നില്ല. ഇതിൽ ഗൗരവമേറിയ ഒരു പരിശോധന നടത്തേണ്ട മേഖലയാണ് സാർ. പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ ടൂറിസം മേഖലയെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ LDF സർക്കാർ ബഡ്ജറ്റ് വിഹിതം 413.52 കോടിയാണെങ്കിൽ ടൂറിസം മന്ത്രി ഇവിടെ ഉണ്ട്. ഈ ബഡ്ജറ്റിൽ 86.16 കോടി രൂപയുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഗൗരവത്തിൽ കാണേണ്ട വിഷയം. സർ, കൃഷി 690 കോടി രൂപയുടെ കുറവാണ് കൃഷിയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് വളരെ ഗൗരവത്തിൽ പരിശോധിക്കപ്പെടുന്ന വിഷയമാണ്. സർ, ഇവിടെ പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്ന ഘട്ടത്തിലും അല്ലാതെയും നമ്മുടെ കഴക്കൂട്ടം അംഗം കേരളത്തിലെ സർക്കാർ സ്കൂളുകളുടെ എണ്ണം കുറയുന്നു എന്നുള്ള ഒരു വിചിത്രമായ വാദം കൊണ്ടുവന്നിരിക്കുന്നു. സർക്കാർ സ്കൂളുകളിൽ കുട്ടികൾ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം കുറഞ്ഞോ ഇല്ലയോ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. LDF സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി 2016-17 മുതൽ 2024-25 വരെ പൊതുവിദ്യാലയങ്ങളിൽ മൊത്തം 9,05,144 വിദ്യാർത്ഥികളുടെ വർധനവുണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് സർ. സാർ, അതിനു മുമ്പുള്ള 2013-14 കാലത്തേക്കാൾ വലിയ ശതമാനം വർധനമാണ്. ചിലപ്പോൾ അടിസ്ഥാനരഹിതമായ വിഷയങ്ങൾ സഭക്കകത്ത് പൊതുവെ കൊണ്ടുവരുന്ന സ്ഥിതിയാണ്. നമ്മുടെ സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് LDF സർക്കാർ വലിയ നിലയിൽ ഇടപെട്ടു. 5000 കോടിയിലേറെ രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചു. കിഫ്ബിയുടെ സഹായത്തോടെ 1427 കോടി രൂപയുടെ നിക്ഷേപമാണ് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നാം നടത്തിയിട്ടുള്ളത്. 972 സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മൊത്തം 3220 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് കിഫ്ബി അംഗീകാരം നൽകിയത്. ഞാൻ അതിന്റെയും ഡീറ്റെയിൽസിലേക്ക് സമയക്കുറവിലും കിടക്കുന്നില്ല. കിഫ്ബി ഫണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തായ ഒരു UDF അംഗം പറഞ്ഞത്
അത് LDF MLA-മാരുടെ മണ്ഡലത്തിൽ മാത്രമാണ് കിഫ്ബി ഫണ്ട് കൊടുത്തിട്ടുള്ളൂ എന്നാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെ 15ഓളം പദ്ധതികൾ പൊതുവെ കിഫ്ബി ഫണ്ടിങ്ങിന്റെ ഭാഗമായി കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സാർ, ഇവിടെ വിദ്യാഭ്യാസ മേഖലയിലെ ഇപ്പോ PM ശ്രീ ആയാലും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആയാലും ഒക്കെ തന്നെ ചർച്ച ചെയ്ത സമയത്ത് ഇന്നലെയും ഉന്നയിച്ചൊരു വിഷയമുണ്ട്. കോൺഗ്രസ് നയിക്കുന്ന സർക്കാരുകൾ NEP PM ശ്രീ ഉൾപ്പെടെ നടപ്പിലാക്കിയ കാര്യം. തെലങ്കാനയായാലും രാജസ്ഥാനായാലും ഛത്തീസ്ഗഡ് ആയാലും ഹിമാചൽ പ്രദേശ് ആയാലും 2022 ആരംഭിച്ച PM ശ്രീ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് ആരംഭിച്ചത്. കർണാടകയിൽ BJP ആരംഭിച്ചത് കോൺഗ്രസ് തുടരുകയാണ്. ഇതിനെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി മുസ്ലിം ലീഗിന്റെ നേതാവ് കൂടിയാണ്. ഒരു നിലപാട് പറയാൻ തയ്യാറായിട്ടില്ല സാർ. കോൺഗ്രസ് പോട്ടെ, മുസ്ലിം ലീഗിന് ഇതിനെക്കുറിച്ച് എന്താണ് നിലപാട്? കോൺഗ്രസ് ഭരിക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ PM ശ്രീ ആരംഭിച്ചതിനെ കുറിച്ച് എന്താണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് എന്ന് അറിഞ്ഞാൽ കൊള്ളാം സാർ. ഒരു നിലപാട് വേണ്ടേ സാർ? ഇവിടെ ഞങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് സാർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് സിലബസിനകത്ത് ഗാന്ധിവധം പഠിപ്പിക്കേണ്ടതില്ല എന്ന് ഈ രാജ്യത്ത് വിധി എഴുതിയപ്പോൾ ഇന്ത്യയിൽ ആദ്യമായ ഒരു സംസ്ഥാനം സിലബസിനകത്ത് ഗാന്ധിവധം പഠിപ്പിക്കാൻ തയ്യാറായത് ഈ കേരളത്തിലാണ്. LDF സർക്കാരിന്റെ ഭരണകാലത്താണ് സാർ. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് സാർ. സാർ, പിന്നെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം 2 കാര്യം പറഞ്ഞു. ഒന്ന്, ഞങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഭരണം, അല്പസമയം തരില്ലേ? ഞങ്ങൾ അതിന് തയ്യാറാണ് സാർ. ഞങ്ങൾ സമയം തരാൻ തയ്യാറായതുകൊണ്ടാണ് പല വിഷയമുണ്ടായിട്ടും ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം അത് അഭ്യർത്ഥിക്കേണ്ടത് ഞങ്ങളോടല്ല സാർ. മുൻ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ ഹൈക്കമാൻഡിന്റെ തലപ്പത്തിരിക്കുന്നവരോട് ഉൾപ്പെടെയാണ് അദ്ദേഹം കുറച്ച് സമയം തരൂ എന്ന് അഭ്യർത്ഥിക്കേണ്ടിയിരുന്നത്. സാർ, ഇവിടെ അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു, തെറ്റുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തും. നല്ല കാര്യം, തെറ്റുകൾ പൊതുവെ തിരുത്താൻ തയ്യാറാണ്. എന്നാൽ ഇപ്പൊ ഒരു തെറ്റുകളുടെ ഘോഷയാത്രയല്ലേ സാർ ഈ 40 ദിവസം വന്നത്? ആദ്യം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരത്തിന് മുഴുവൻ ഈരടികളും പാടി. ഒന്നാമത്തെ തെറ്റ്, മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലറായി BJPയുടെ നേതാവിനെ വെച്ച്. രണ്ടാമത്തെ തെറ്റ്, മഹാത്മാഗാന്ധി സിൻഡിക്കേറ്റിൽ BJP ഓഫീസിൽ നിന്നും എഴുതി കൊടുത്തവരുടെ പേര് ചാൻസലർ പറഞ്ഞതിന്റെ ഭാഗമായി തിരികെ കയറ്റി. മറ്റൊരു തെറ്റ് സാർ, ബഡ്ജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തെ കുറിച്ചെടുത്ത നിലപാട് മറ്റു വലിയൊരു തെറ്റ്. സാർ, PM ശ്രീ ഒരക്ഷരം മിണ്ടാതിരിക്കുന്ന മറ്റൊരു തെറ്റാണ് സാർ. ഇങ്ങനെയാണെങ്കിൽ ഒരു പുതിയ വകുപ്പ് ഈ കേരളത്തിൽ വേണ്ടി വരും സാർ. തെറ്റ് വകുപ്പ് എന്നൊരു വകുപ്പ് കേരളത്തിൽ അധികം വൈകാതെ കൊണ്ടുവരേണ്ടി വരും. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത് തെറ്റ് വകുപ്പിന്റെ ഭാവിയിലെ മന്ത്രി സ്ഥാനം അങ്ങ് തന്നെ വഹിക്കണം എന്നുള്ളതാണ്. കാരണം സാർ, തെറ്റിനെ ശരിയാക്കാനുള്ള നല്ല നാവ് അദ്ദേഹത്തിനുണ്ട് സാർ. തെറ്റിനെ ശരിയാക്കാൻ അദ്ദേഹത്തിന് നല്ല നാവുണ്ട് സാർ. ഇവിടെ നമുക്കറിയാം, സ്വർണം കെട്ടവന്റെ വക്കീൽ ആരപ്പാ, ഇപ്പോ സ്പെഷ്യൽ പ്ലീഡർ ആണപ്പാ എന്ന് പറയാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടല്ലോ, ഞങ്ങൾക്ക് മടിയില്ല സാർ. സാർ, അദ്ദേഹം ഇവിടെ ഇന്ന് രാവിലെ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് പ്രതിപക്ഷ നേതാവിന്റെ ഒരു പരാമർശം ഒരു മന്ത്രിയെ അപമാനിക്കലാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചു. പ്രതിപക്ഷ നേതാവ് നിലപാട് പറഞ്ഞു, അതവിടെ അവസാനിച്ചു. എന്നാൽ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ഇരുന്നപ്പോ ഈ ട്രഷറി ബെഞ്ചിലിരുന്ന മന്ത്രിമാരെ പറ്റി എന്തൊക്കെ വാചകങ്ങളാണ് ഉപയോഗിച്ചത് ഞാൻ പറയേണ്ടതുണ്ടോ? വിദ്യാഭ്യാസ മന്ത്രി, ആരോഗ്യമന്ത്രി തുടങ്ങി എല്ലാ മന്ത്രിമാരെയും അദ്ദേഹം പ്രതിപക്ഷ നേതാവായപ്പോൾ ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മുടെ രേഖയിലുമുണ്ട്. പുറത്തൊന്നും പറഞ്ഞ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് അറിയാവുന്നതാണ്. അപ്പോ തെറ്റിനെ ശരിയാക്കാനുള്ള നല്ല ധാരണയുള്ള വ്യക്തിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. സർ, ഒരു കാര്യം കൂടി ഇവിടെ ചൂണ്ടിക്കാട്ടാനായി ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്നലെ സംസാരത്തിൽ എയിംസിനെ കുറിച്ച് പറഞ്ഞു. 4 സ്ഥലത്ത് എയിംസിന്റെ സാധ്യതകൾ പറഞ്ഞുകൊണ്ട് 4 സ്ഥലത്ത് പേര് നൽകിയിട്ടുണ്ട്. അത് എവിടെയും ആകാമെന്നുള്ള നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിലെ LDF സർക്കാർ ഇതിനെക്കുറിച്ച് പഠിച്ച് എയിംസ് വേണ്ടത് കോഴിക്കോട് ജില്ലയിലാണ് എന്നുള്ള നിലപാട് സ്വീകരിച്ചു സാർ. ആ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലെ കിനാലൂരിൽ എയിംസിന് വേണ്ടി സ്ഥലവും കണ്ടെത്തി സാർ. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. എവിടെയും ആകാം എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നത് ശരിയാണോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായം അറിഞ്ഞുകൊണ്ട് പറയേണ്ടതാണ്.